നമ്മുടെ നാട്ടിൽ നമ്മുടെ മതവും ഗവൺമെൻറ്റൊക്കെ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ പുറമെ നമ്മുടെ നാട്ടുകാരും ഒരു പ്രത്യേക തരം സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. അതായത് ഒരാളുടെ ലൈഫിൽ ഒരു വിഷമോ സങ്കടമോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമേ പെരുമാറാവൂ എന്ന രീതിയിലുള്ള കുറച്ച് സോഷ്യൽ സ്റ്റിഗ്മാസ്. ഫോർ എക്സാമ്പിൾ, ഒരു ഡിവോഴ്സ് എന്നത് വിവാഹിതരായ രണ്ടു പേർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന പ്രശ്നത്തിന്റെ പരിഹാരമാണ്. എന്നാൽ ആ ഡിവോഴ്സിന് ശേഷം ആ പെൺകുട്ടി ഒന്ന് ഒരുങ്ങി പുറത്തിറങ്ങുന്നതോ ഒന്ന് ഹാപ്പി ആയിട്ട് നടക്കുന്നതോ പലപ്പോഴും വലിയ ചർച്ചയാവുന്നത് കാണാം. ഡിവോഴ്സ് ആയതിന്റെ ഒരു വിഷമം കാണുന്നില്ലല്ലോ, ഇവളുടെ കുഴപ്പം കൊണ്ടാവും എന്ന രീതിയിൽ. ഇനി രണ്ടാം വിവാഹം ഉടനെ ഉണ്ടെങ്കിൽ പല കഥകളാവും. ശരിക്കും രണ്ടാം വിവാഹം ഒന്ന് നല്ല രീതിയിൽ ആഘോഷിക്കുന്നത് പോലും വലിയ മോശമായിട്ട് കാണുന്നവരുണ്ട്. കുട്ടികളില്ലാത്തവർ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ, ഇവർക്ക് വിഷമമൊന്നും ഇല്ലേ എന്നൊക്കെ. അവരുടെ രണ്ടുപേരുടെയും ഇടയിലേക്ക് മൂന്നാമതൊരാൾ വേണോ വേണ്ടിയോ എന്നത് അവരുടെ മാത്രം തീരുമാനമാണ്. ഇവൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നതിന് പോലും ഒന്ന് എക്സ്പെൻസീവ് ആയിട്ട് ഡ്രസ്സ് ചെയ്താൽ, ഒന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താൽ, ഒരു എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് വാങ്ങിയാൽ പോലും ആർക്കും ദഹിക്കാറില്ല. ആരാണല്ലേ വിഷമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും സന്തോഷമാണ് വേണ്ടത്. അവരുടെ ലൈഫിൽ ഒരു വിഷമം വന്നിട്ട് അത് പെട്ടെന്ന് ഓവർകം ചെയ്ത് ഹാപ്പി ആവാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ്, ക്വാളിറ്റിയാണ്. ലൈഫിലെ വിഷമവും സന്തോഷവും ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് തികച്ചും വ്യക്തിപരമായ ഒന്നാണ്. പുതിയ ജനറേഷൻ ഇത്തരം സോഷ്യൽ സ്റ്റിഗ്മാസിനെ ബ്രേക്ക് ചെയ്യുന്നത് ഒത്തിരി അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.